Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chacko Gold and Diamonds അങ്കമാലി. അങ്കമാലി നഗരസഭയിലെ 92-ാം നമ്പർ അംഗനവാടി പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. അംഗനവാടി പ്രവേശനോത്സവവും പുതിയ കെട്ടിടത്തിന്റെ പ്രവർത്തനോദ്ഘാടനവും നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് നിർവഹിച്ചു. അങ്കമാലി നഗരസഭ 92-ാം നമ്പർ അംഗനവാടി പ്രവേശനോത്സവവും പഠനോപകരണ വിതരണവും പുതിയ കെട്ടിടത്തിലേക്കുള്ള പ്രവർത്തന ഉദ്ഘാടനവും നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് നിർവഹിച്ചു. അപ്പൊ നഗരത്തിൽ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. നഗരത്തിന് ഇവിടെ വേറെ പല ചോയ്സ് ഉണ്ട് ആളുകൾക്ക്. അവിടെ ഡേ കെയർ ഉണ്ട്. അപ്പൊ അവിടെ പലരും അങ്ങോട്ട് വിടും. ചിലർക്ക് അംഗനവാടിയുടെ പ്രാധാന്യം അറിയില്ല. ഡേ കെയർ അല്ലെങ്കിൽ കാശ് കൂടുതലുള്ള സ്ഥാപനം ഉണ്ടായാലും അങ്ങോട്ട് വിടുള്ളൂ. ഇത് സർക്കാർ സൗജന്യമായി നടത്തുന്ന സ്ഥാപനമാകുമ്പോൾ അത് ചിലരുടെയൊക്കെ ഒരു ഇല്ലേ നിലവാരത്തിന് ചേരുമെന്നുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ടാവും. ഇന്ന് ഒരു വനിത അവരുടെ കുഞ്ഞുമായി അവിടെ വന്നിട്ടുണ്ടായി. അവിടെ ചേർക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അവർക്ക് അതിന്റെ പ്രാധാന്യം അറിയാവുന്നതുകൊണ്ടാണ് അവിടെ കൊണ്ടുവന്നത്. നമുക്കറിയാം ഈ എല്ലാ കാര്യത്തിനും ഒരു വ്യത്യാസമുണ്ടല്ലോ. നാടൻ കോഴിയും ഇല്ലേ മറ്റേ ബ്രോയിലറും തമ്മിലുള്ള വ്യത്യാസം. ബ്രോയിലറിന് എറിഞ്ഞാൽ ഏത് കൊണ്ടേ പോകുള്ളൂ. നാടൻ കോഴി ആൾ എറിയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം വിട്ടിരിക്കും എന്ന മാതിരി എല്ലാ അഭ്യാസവും പഠിച്ചാണ് നമ്മൾ വളരേണ്ടത്. സ്ഥല സൗകര്യ പരിമിതി മൂലം ബുദ്ധിമുട്ടനുഭവിച്ചിരുന്ന അങ്കണവാടിക്ക് ആന്റണി കാച്ചപ്പള്ളി എന്ന വ്യക്തി നൽകിയ കെട്ടിടത്തിലേക്ക് മാറിയപ്പോൾ സൗകര്യങ്ങളും കുട്ടികളുടെ എണ്ണവും വർദ്ധിക്കുകയുണ്ടായി. വാർഡ് കൗൺസിലർ ലിസി പോൾ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ വാർഡിനോടും നമ്മുടെ ഈ നഗരസഭയോടും ഏറ്റവും കൂടുതൽ ആത്മാർത്ഥയും കൂറും പുലർത്തുന്ന വ്യക്തിയാണ് നമ്മുടെ ചെയർമാനും വൈസ് ചെയർമാൻ സിനിം. അതുപോലെ തന്നെ എവിടെ ടീച്ചർ എന്ന കാലത്ത് തന്നെ ചോദിക്കും എങ്ങനെയെങ്കിലും നല്ലൊരു അംഗനവാടി. എന്നെ പ്രത്യേകിച്ച് അഭിനന്ദിച്ചു. നമ്മുടെ ക്ഷേമകാര്യം ജാൻസിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ടീച്ചറിന് ഒരു അംഗനവാടി ഇല്ലല്ലോ ടീച്ചർ എപ്പോഴും പറയുമായിരുന്നു. അംഗനവാടിയിലെ അധ്യാപകർ ഒന്നിച്ചു കൂടുന്ന എപ്പോഴും പറയും ടീച്ചർ ഒരു അംഗനവാടി ടീച്ചർ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്ന വ്യക്തിയല്ലേ. നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും സഹകരണം, അതുപോലെ തന്നെ നഗരസഭയുടെ സഹകരണം, മുൻ കൗൺസിലർമാരുടെ സഹകരണം, ഇവിടെ നിന്നവര് എല്ലാവരുടെയും ഒത്തൊരുമയുണ്ടെങ്കിൽ. യോഗത്തിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിനി ടീച്ചർ, സ്ഥിരം സമിതി അധ്യക്ഷരായ ജാൻസി അരീക്കൽ, ലെക്സി ജോയ്, റോസ്ലി തോമസ്, BJP പാർലമെന്ററി പാർട്ടി ലീഡർ AV രഘു, കൗൺസിലർമാരായ മാർട്ടിൻ ബി മൂണ്ടാടൻ, സാജു നെടുങ്ങാടൻ, ബാസ്റ്റൻ ഡി പാറയ്ക്കൽ, ശിശുവികസന പദ്ധതി ഓഫീസർ സായാന ജോഷി, ICDS സൂപ്പർവൈസർ പ്രതിഭ മത്തായി, കില റിസോഴ്സ് പേഴ്സൺ P ശശി, മുൻ വൈസ് ചെയർമാൻ ദേവാച്ചൻ കോട്ടയ്ക്കൽ, ഷീല ടീച്ചർ എന്നിവർ സംസാരിച്ചു. ആദ്യമേ തന്നെ ഈ അങ്കണവാടി തന്നെ തിരഞ്ഞെടുത്ത് ഇവിടെ മക്കളെ ആക്കുവാനായിട്ട് നല്ല മനസ്സ് കാണിച്ച പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് അഭിനന്ദനവും ഒപ്പവും നന്ദിയും അറിയിക്കുന്നു. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് നമ്മുടെ പ്രവേശനോത്സവത്തിന്റെ എല്ലാ മംഗളങ്ങളും നേരുകയാണ്. ഇന്ന് ഈ കെട്ടിടം നമുക്കായിട്ട് തന്നിരിക്കുന്ന നമ്മുടെ ആന്റണി ചേട്ടനെ ഏറ്റവും സ്നേഹപൂർവ്വം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത് നമ്മുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നമ്മുടെ ടീച്ചറുടെ ഏറ്റവും വലിയൊരു നിലവിളിയായിരുന്നു. എനിക്കൊരു സംരക്ഷിച്ചു. ഇനി പുതിയൊരു അധ്യയനത്തിലേക്ക് അവരുടെ ജീവിതത്തിലെ ഭാവി കരുപിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അംഗൻവാടികളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ ഒരു കുട്ടിയെ നമ്മൾ അങ്ങോട്ട് പോവാതെ ഇങ്ങോട്ട് പോവാതെ നമ്മൾ എത്രത്തോളം സംരക്ഷിക്കുന്നു നമ്മുടെ വീടുകൾ സംരക്ഷിക്കുന്നു അറിയാം. അപ്പോൾ ഇത്തരം പല കുട്ടികളെ, ഒന്നിൽ കൂടുതൽ കുട്ടികളെ ഒരു അംഗൻവാടി മൂന്നാമത്തെ അംഗൻവാടിയുടെ പ്രവേശനോത്സവത്തിലാണ് പങ്കെടുക്കുന്നത്. രാവിലെ തൊട്ട് ഞങ്ങൾക്കൊരു മോണിറ്ററിംഗ് ആണ് ശരിക്കും ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അസൈൻ ചെയ്തേക്കുന്നത്. എല്ലാ അംഗൻവാടിയിലും ഇത് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വന്നപ്പോൾ തന്നെ ഞാൻ 2 പ്രാവശ്യം ബഹുമാനപ്പെട്ട സെക്രട്ടറിയുടെ അടുത്തും ബഹുമാനപ്പെട്ട ചെയർമാന്റെ അടുത്തും 2 പ്രാവശ്യം ഞാൻ പറഞ്ഞു മൈഗ്രൻസിനെ പോലെ കൊടുത്തില്ല.
ഓ ബാഗ് ബാഗ് അയ്യോ ഫോട്ടോ എടുത്തോ വീഡിയോ എടുത്തോ ഫോട്ടോ പിള്ളേർ മാത്രമേ ഉള്ളൂ. ഫോട്ടോ പിള്ളേർ ഓ നിൽക്കോ ഒന്നെടുത്തോ ബാഗ് എടുത്തോ ഒത്തുപിടിച്ചാൽ ബാക്കി എന്താ? ICDS സംബന്ധിച്ച് വളരെ വലിയൊരു വെല്ലുവിളിയാണ് സ്വന്തമായി കെട്ടിടമില്ലാത്തത്. നമ്മൾ ഒരു സത്യം തുറന്നു പറയാം, ഞങ്ങൾ നിർവഹണ ഉദ്യോഗസ്ഥര് പല റിവ്യൂ മീറ്റിംഗിലും പങ്കെടുക്കുമ്പോൾ കെട്ടിടം എന്തുകൊണ്ട് കിട്ടിയില്ല, ALMSയോട് പറഞ്ഞിട്ടുണ്ട്, അവരന്വേഷിക്കുന്നുണ്ട്. ഇത്രയും മാത്രം മറുപടി ഞങ്ങൾക്ക് പറഞ്ഞാൽ മതി. നമ്മുടെ ജോലിയെ ബാധിക്കുന്നതോ ബഹുമാനിയായ ചെയർമാൻ സാർ, അതുപോലെ വൈസ് ചെയർപേഴ്സൺ ജാൻസി, വൈസ് ചെയർമാൻ മാറ്റുമുണ്ടാടൻ, ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാനിയായിരിക്കുന്ന എല്ലാവരും